അപ്പൊ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു റൈറ്റിലേക്ക് സ്വാഗതം. പുതിയതല്ല, ആദ്യത്തെ റൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒന്ന് അതിരപ്പള്ളി വരെ പോവാന്ന് കരുതി. നമ്മൾ അതിരപ്പള്ളി, പാൽപ്പാറ, മലക്കപ്പാറ ആ റൂട്ടാണ് നോക്കിയിരുന്നത്. പക്ഷെ നമുക്ക് അവിടെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇ പാസ് എടുക്കണമല്ലോ. അപ്പൊ ഇന്നലെയാണ് ഇങ്ങോട്ടൊരു മഴ കുറവ് കണ്ടിട്ട് നമ്മൾ ഇ പാസിന് നോക്കുന്നത്. നോക്കുന്ന സമയത്ത് ഓൾറെഡി സ്ലോട്ട് ഫുള്ളാണ്. ഇനി ആരെങ്കിലും ക്യാൻസൽ ചെയ്താലേ സാധ്യതയുള്ളൂ എന്നാണ് സൈറ്റിൽ തന്നെ കാണിക്കുന്നത്. എന്നാലും നമ്മൾ അത് റിക്വസ്റ്റ് ചെയ്തിട്ടിരുന്നു. ഇപ്പൊ നമുക്ക് രാവിലെ ആയപ്പോഴേക്കൊന്നും അത് റെഡി ആയിട്ടില്ല. സോ പിന്നെ ഇങ്ങനെ കുറച്ചു നേരം കൂടെ കിടന്ന് ഒരു 11 മണിക്കായപ്പോഴാണ് എഴുന്നേക്കുന്നത്. ഇനിയിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചധികം നേരം ബെഡിൽ തന്നെ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞേരാണ് നമ്മള് ജിസിനും ഞാനും കൂടെ ജസ്റ്റ് എവിടെയെങ്കിലും ഇറങ്ങിയാലോ എന്ന് പ്ലാൻ ചെയ്തിട്ട് ഇന്നിപ്പോ നാട്ടിൽ പോവാതെ പായസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ജിസിനും ഞാനും പായസം ഇവിടെ ഉള്ളൂ. പായസിനെ വിളിച്ച് ചോദിച്ചു നമ്മളിന്ന് അതിരപ്പള്ളിക്ക് പോയി വന്നാലോ എന്ന് ചോദിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴേക്ക് ഏകദേശം ടൈം 12:30, 12:37 12:25 കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ ഇറങ്ങിയപ്പോ ഇപ്പോ പെരുമ്പാവൂരെത്താറായി. കറക്റ്റ് അല്ലപ്പുറത്തി ജിഫിനും ഫായിസും ബൈക്കിൽ പോയിട്ടുണ്ട്. തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. ഇവരെ കാണുന്നില്ല. അവരിറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തന്നെയാണ് ഇറങ്ങിയിരുന്നത്. ഫസ്റ്റ് ഇത് ഹെവി പോക്ക് പോയോ കാണുന്നില്ല. അല്ലേ ഫുള്ള് ഡാമേജ് ആണ്. ഇവിടത്തെ ചാക്കറൊക്കെ വെച്ചിട്ടുണ്ട്. വീട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയട്ടില്ല. ആക്ച്വലി ഞാൻ ഈ ഗോപ്രോ അല്ല, നമ്മുടെ ഗോപ്രോ 8 ചെറിയ ഡാമേജ് ആയതിനു ശേഷം, ഡാമേജ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണെന്നറിയില്ല, അത് ആദ്യമൊക്കെ ഓണാകുന്നുണ്ടായിരുന്നു. ഓണായി ജസ്റ്റ് നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യണ്ട, ഓണായി ജസ്റ്റ് ഒരു 1-2 സെക്കൻഡിൽ തന്നെ അത് ഗ്ലിച്ചാവും. ഗ്ലിച്ച് മീൻസ് സ്റ്റക്കാവും. സ്റ്റക്കായിട്ട് അങ്ങനെ ഫ്രീസായി നിൽക്കും. ഫ്രീസായി കഴിഞ്ഞിട്ട് താനേ ഓഫാവും, പിന്നെ റീസ്റ്റാർട്ടായി ഓണാവും, പിന്നെയും അതങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിൽക്കും. അങ്ങനെ ആയോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളത് സർവീസ് സെൻ്ററൊക്കെ ചെക്ക് ചെയ്തിട്ടും സർവീസ് സെൻ്ററുകളൊന്നും കിട്ടിയിട്ടില്ല. സോ അതവിടെ റൂമിലാണ് ഉള്ളത്. അത് ആരുടെയെങ്കിലും പരിചയത്തിൽ വല്ല ഗോപ്രോ സർവീസ് സെൻ്ററും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്താൽ ഉപകാരമായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ഈ ഓസ്മോ ആക്ഷൻ 4 DJI ഓസ്മോ ആക്ഷൻ 4 അത് എടുത്തിട്ടിപ്പോൾ ഏകദേശം ഒരു 1-2 മന്ത് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഈ സാധനം എടുത്തൊന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. നമുക്കതിനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് മഴ ആയതുകൊണ്ട് തന്നെ ഞാനിത് വല്ലാതെ മഴയത്ത് യൂസ് ചെയ്തിട്ടില്ല. ഇതിനിപ്പോൾ ഇതും വല്ല വെള്ളവും കയറിക്കഴിഞ്ഞാൽ ആകൂല ഇതിൻ്റെയൊക്കെ സർവീസും കാര്യങ്ങളും നോക്കി നടക്കാനല്ല, നോക്കി കഴിഞ്ഞാൽ തന്നെ ഇല്ല. ഞാൻ ഗോപ്രോ സർവീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പറ്റി. ലാസ്റ്റ് തൃശ്ശൂർ ഒരു ഷോപ്പ് കണ്ടിരുന്നു. അവരെ വിളിച്ചപ്പോൾ ആള് പറഞ്ഞത് ഹീറോ 8 ഒക്കെ സ്പെയറൊക്കെ ഓൾമോസ്റ്റ് നിന്നിട്ടുണ്ട്, കൊണ്ടുവന്ന് നോക്ക്, റെഡിയാണെന്നൊന്നും അറിയില്ല, നോക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റിയിട്ടുമില്ല. അപ്പോൾ നമ്മളിവിടെ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞായറാഴ്ച തന്നെ ഭായിമാർ നിറഞ്ഞിട്ടുണ്ടാവും. ഭായിമാരും ബാക്കിയുള്ളവരും എല്ലാം കൂടെ, കുട്ടികളായാലും ആളുകളായാലും നിറയും ഞായറാഴ്ച. അപ്പം ഞായറാഴ്ചയാണ് ബംഗാളി മാർക്കറ്റൊക്കെ സജീവം. അറിയാലോ, പെരുമ്പാവൂരിനെ കുറിച്ച് പ്രത്യേകം ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. ഇത് തന്നെയായാലും നമ്മൾ പെരുമ്പാവൂരെത്തി. പാസ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ട്. നമ്മളൊന്ന് പോകുന്നത്
പെരുമ്പാവൂര് പെരുമ്പാവൂർ അങ്കമാലി റോഡ് കയറി വല്ലത്തുനിന്ന് റൈറ്റ് നമ്മുടെ മലയാറ്റൂർ റോഡ്, മലയാറ്റൂർ വഴിക്കാണ് പോണേ. മലയാറ്റൂർ വഴിക്ക് നമ്മുടെ ആ ഫോറസ്റ്റ് റൂട്ടോ, ഫോറസ്റ്റ് റൂട്ട് തന്നെ, ആ വഴിക്ക് അങ്ങനെ കയറാം. ആ വഴിക്ക് അങ്ങനെ കയറി അതിലെ ഇറങ്ങണം. അതാണ് നമുക്ക് ഇവിടുന്ന് പോകുമ്പം കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ അല്ല, ഇതിലെ പോകുമ്പോഴുള്ള റൂട്ട് അതാണ്. ഇവിടെ ബ്ലോക്കും ചെയ്തു നോക്കിയില്ലൊക്കെ. ഇല്ലെങ്കിലൊക്കെ കയറി പോവാൻ, ഞാനവിടെ നിന്ന് കഴിഞ്ഞാൽ നിൽക്കുള്ളൂ. പൊന്നെ ഒടുക്കത്തെ വീട്. നമ്മൾ പെരുമ്പാവൂരിന്ന് അങ്കമാലി റോഡിലേക്ക് ടേൺ ചെയ്ത് കയറി. ഇതാണ് വല്ലത്തുനിന്ന് റൈറ്റാണ് മലയാറ്റൂർ റോഡിന് കയറി എവിടുന്നെങ്കിലും കുറച്ച് ചൂലെടുക്കണം. അയ്മുറി ചെക്കന്മാരെന്ത് പോക്കാ പോണോ കാണാറ്റുണ്ടോ? കാണുന്ന വെയിലും നോക്കണം. മഴ എപ്പോഴാ പെയ്യാൻ പെട്ടെന്ന് ഇങ്ങനത്തെ വെയിലങ്ങ് ഒറ്റയടിക്കങ്ങ് പോയി, അപ്പൊ തന്നെ മഴ പോയി. ഇതാണ് അവസ്ഥ. ഓ നോ, ഇവിടെ ഉണ്ടോ? ഇക്കാലത്തേക്ക് അത് മതി. കഥ ഇപ്പൊ പറയാൻ പറഞ്ഞത് ഇതാണ് കുറിച്ചിലക്കോട് നിലട്ടി മലയാറ്റൂര്. ഈ വഴിക്കാണ് എനിക്ക് കൊണ്ടത്. യോപ്പടി ഗ്രാമപഞ്ചായത്ത് വീണ്ടും വരിക നന്ദി. അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ വെള്ളങ്ങളിലെ നല്ല വലിയ വെള്ളമുണ്ട്. മഴ വരുന്നുണ്ടല്ലോ. ഈവനിങ്ങൊക്കെ ആകുമ്പം പിന്നെ വെള്ളം കൂടിയോണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ചേട്ടന്മാർക്ക് ഇവിടുന്ന് വലയിടുന്നത് കാണാം. സോറി, വലയല്ല, ചൂണ്ടിടുന്നത് കാണാറുണ്ട് ഈ പാലത്തിലിരുന്നിട്ട്. ഇനി ഇവിടുന്ന് നമുക്ക് റൈറ്റാണ് ചെയ്യേണ്ടത്. നേരെ പോയാൽ കാലടി അങ്കമാലിയൊക്കെ നേരെ പോയാൽ റൈറ്റ് മലയാറ്റൂർ. യെസ്, ഇവിടെ നേരെ മുന്നിൽ തന്നെ ഒരു പള്ളിയുണ്ട്. ഓക്കെ, അടിപൊളിയല്ലേ? ആ പക്ഷേ
പൊടി കാണല്ലോ അല്ലേ. നമ്മളിപ്പോൾ ഏതായാലും ഇവിടെ നിർത്താൻ പ്ലാൻ ചെയ്തിട്ടില്ല, നേരെ പോവാം. പോയി തിരിച്ചു വരുന്ന വഴിക്ക് നിർത്താം. ഇതാണ് നമ്മുടെ നക്ഷത്ര തടാകം, മലയാറ്റൂരിൽ നക്ഷത്ര തടാകം. ഒന്നുണ്ടാവും, വരാണ്ടിരിക്കേണ്ടതില്ല. മറ്റേ ടീമാണല്ലോ അപ്പോൾ എത്തി. ഇവിടെ ആള് ഭയങ്കര കുറവാണ്, മഴ കാണാൻ പോകുന്നു. ഇതിലങ്ങോട്ട് റൈറ്റ് മുകൾക്കാണ് മലയാറ്റൂര് പള്ളിയിലേക്ക് പോവാം. ഇവിടെയാണ് പുറത്ത്. സാധാരണ ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ടാണ്, നമ്മുടെ ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ടാണ് സാധാരണ ഡ്രൈവ് ചെയ്യാറുള്ളത്. അതാകുമ്പം കുറച്ച് നല്ല കാറ്റൊക്കെ കിട്ടും, പക്ഷെ നല്ല പൊടിയും ചളിയൊക്കെ കിട്ടും. ഇപ്പം ഇത് ക്യാമറ ഉപയോഗിക്കുന്നതുകൊണ്ട് മൈക്ക് ഉള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറെ കയറിയിട്ട് വോയിസ് ക്വാളിറ്റി നഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ട്. എൻ്റെ മോനെ ഇവിടെ വെള്ളി ലെവലെത്തിയില്ലോ. ഓക്കെ, ആരെങ്കിലൊക്കെ ഇവിടെ വന്ന് ഇറങ്ങുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി സൈഡിലിരിക്കുക നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യാം. ഒരു പുതിയ കടകളൊക്കെ വന്നു കേട്ടോ. വരുന്ന വഴിക്ക് കയറാം. ഇതാണ് പറഞ്ഞത്, ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിലും മുതിർന്നവരായിട്ട് വരുന്നുണ്ടെങ്കിലും നന്നായിട്ട് കെയർ ചെയ്യാം. നല്ല വെള്ളമുണ്ട്, ഇത്ര ആളുണ്ടെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ല. സോ കെയർ ചെയ്യാം. അങ്ങനെ നമ്മള് മലയാറ്റൂരിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്കുള്ള തടാകം കഴിഞ്ഞിട്ടുള്ള ഫോറസ്റ്റ് റൂട്ട് കയറിയിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, നേരത്തെ കയറിയപ്പോൾ തന്നെ ഒരു തണുപ്പ്. ഈസി. ഇതൊക്കെ ക്യാമറ കിട്ടിയാൽ മതിയായിരുന്നു. അടിപൊളിയല്ലേ? റിലാക്സ് ആയിട്ട് റൈഡ് ചെയ്തും ഡ്രൈവ് ചെയ്തൊക്കെ പോകാൻ പറ്റിയ വഴിയാണ്. ഈ ഭാഗത്തുള്ളവരോടൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അവർക്ക് എല്ലാവർക്കും അറിയേണ്ടതുണ്ട്. അല്ലാതെ എവിടെന്നെങ്കിലും കോഴിക്കോടുന്നോ കണ്ണൂരിന്നോ കാസർഗോഡിനോ ട്രിവാൻഡ്രത്തിനോ ഒക്കെ വന്നവർ ഈ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വഴിക്കൊന്ന് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരാം. നല്ല വഴിയാണ്. ഇങ്ങനെ സമാധാനമായിട്ട് പോകാൻ പറ്റിയൊരു വഴിയാണ്. ഹെവി ട്രാഫിക് ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരു 20-30 സ്പീഡിൽ പതുക്കെ ഇങ്ങനെ പോകാം. ജിഫിനും പായസും ബാക്കിലുണ്ട്. ബൈസൊക്കെ പോകുന്നു. ഫ്രണ്ടിലൊരു ലേഡി റൈഡറുണ്ട്. ആണോ ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് റൈറ്റ്, ഇവിടുന്ന് ലെഫ്റ്റ് അങ്കമാലിയാണ്. അങ്കമാലി, കരടി, റൈറ്റ് അതിരപ്പള്ളി. മഴ അറിയില്ലോ, കുഴപ്പമില്ല. കുറച്ച് മഴയൊക്കെ കൊള്ളാം. ഹെവി മഴയാണെങ്കിൽ മാത്രം പോയിട്ടിട്ടാൽ മതി. എല്ലാത്ത ദിവസം കുറച്ച് മഴയൊക്കെ കൊള്ളുന്നതല്ല. ബട്ട് ക്യാമറ നനയുന്നതിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ വാട്ടർ പ്രൂഫിങ് കപ്പാസിറ്റി എത്ര ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. സോ അത് നനയ്ക്കണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. ക്യാമറയും അതേപോലെ തന്നെ പുറത്തെ ക്ലൈമറ്റും ചൂടാവുന്ന സമയത്ത്, അതൊരു വാമാവുന്ന ടൈമിൽ
ഈ വാട്ടർ കണ്ടന്റ് ഇങ്ങനെ നല്ല ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ നീരാവിയിട്ട് വരും തോന്നും. എന്തുതന്നെയായാലും ക്ലീൻ ചെയ്യൽ നിർബന്ധമാണ്. ഇപ്പം ഇതിൻ്റെ ഔട്ട് എടുക്കുന്ന സമയത്ത് വിഷ്വൽ ക്വാളിറ്റി അങ്ങനെ നോക്കുന്ന സമയത്ത് മൊത്തം നീരാവി വന്ന മാതിരിക്കുകയാണെങ്കിൽ ആകെ ചർച്ച. നമ്മൾ ഓൾമോസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്താനായി. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് എൻ്റെ ചെക്ക് പോസ്റ്റ് ക്യൂ ആവും. എന്നാൽ ഇന്ന് പഠിക്കാൻ പറ്റലുണ്ടാവില്ല. പോവാ എടാ നമുക്ക് ഇതിലെ പോവാ. നമുക്ക് ഈ വഴിക്ക് പോവാം. ആ തൽക്കാലം പോയിട്ട് പേരൊക്കെ കൊടുത്തിട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പ്ലാന്റേഷനകത്തൂടെ കുറച്ചങ്ങ് കയറി പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്യാമറയിലെ മെമ്മറി ഒന്ന് ഫുള്ളായി. എല്ലാ വിഷ്വൽസും ഡിലീറ്റ് ചെയ്യാതെ തന്നെ വെക്കുന്നതുകൊണ്ടേ മെമ്മറി ഒന്ന് ഫുള്ളായി. പിന്നെ ബാറ്ററി ഒന്ന് ചാർജ് തീർന്നു. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി നമ്മൾ കുറച്ചിങ്ങ് പോന്നായിരുന്നു. അത് ജിഫിനും പാരീസും ഒരു പോക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ കവർ ചെയ്ത് പോയിട്ടാണ്. കാരണം ഞാൻ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആയി. നമുക്ക് വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാർഡിലുണ്ടായിരുന്ന എല്ലാം ഞാൻ ഫോണിലേക്ക് കോപ്പി ചെയ്തെടുത്തു. ബാറ്ററി ഒന്ന് മാറ്റി. അതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് പോന്നു. പിന്നെ ഒരു ഏകദേശം അപ്പം ഞാൻ അടുത്ത് അരമണിക്കൂറിനടുത്ത് വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. സോ അവരെ ഹെറ്റിക്കാണ്. പക്ഷേ എന്താ വെച്ചാൽ അവിടെ ചെക്ക് പോസ്റ്റിന് കിട്ടിയിട്ടുള്ള ചിപ്പ് എൻ്റെ കയ്യിലാണുള്ളത്. മേ ബി അവർ വിളിച്ചിട്ടുണ്ടാവും. റേഞ്ച് കുറച്ച് കുറവായത് കൊണ്ടത് വിളിച്ചാൽ കിട്ടൂല. ഏതായാലും വേണ്ടിയില്ല പോയി നോക്കാം. അവരൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. Raiders. നിങ്ങൾ ആരെങ്കിലും ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റിന്റെ അവിടുന്ന്, അതായത് ഫസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അവിടുന്ന് റൈറ്റ് എടുത്ത് വരാം കേട്ടോ. റൈറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ റോഡ് ഒന്നും കൂടെ ബെറ്റർ ആണ്. ആ ലെഫ്റ്റ് എടുത്ത് നേരെ താഴേക്ക് പോകുന്ന വഴി അത്ര നല്ലതല്ല, കുറച്ച് മോശമാണ്. സോ റൈറ്റ് എടുത്ത് വരിക, നല്ല റോഡാണ്. ചെക്കന്മാരിനിപ്പോൾ അതിരപ്പള്ളിയിട്ട് പിടിക്കേണ്ടി വരും.
ഓ ഗൈസ്, പറഞ്ഞത് തീർന്നില്ലല്ലോ. ശ്ശെ. ഒന്നും നല്ലത് പറഞ്ഞ് മുഴുവനാക്കാനുള്ളൊരവസ്ഥയില്ല. നല്ലത് പറഞ്ഞ് തീരുന്നതിൻ്റെ മുന്നേ കുഴിച്ചാടി. ഈ വഴിക്ക് ബൈക്കിലായാലും കാറിലായാലും വരുന്നവരൊക്കെ കുറച്ച് പതുക്കെ വരിക. കാരണം ഈ പശുക്കൾ, എന്താ പറയുക, തോട്ടപ്പൈക്കൾ ഇഷ്ടം പോലെയുണ്ട്. റോഡിൽ കൂടെ തന്നെ നടക്കും. ഹോണടിച്ച മാറില്ല. സോ ഒന്ന് ശ്രദ്ധിച്ചു വരിക. ഇനി നമുക്ക് ഈ ഫോറസ്റ്റ് റൂട്ട് കഴിയുന്ന അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് വേണ്ടതുണ്ട്. അവിടെ നമുക്ക് ഇവിടെ നിന്നൊരു സ്ലിപ്പ് എഴുതി തന്നിട്ടുണ്ട്. അതവിടെ കാണിക്കാറായിരുന്നോ അവിടെ കൊടുക്കാറായിരുന്നോ കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ വരുന്നവരൊന്ന് നോക്കിയിട്ട് വരിക. ഈവനിങ് ഒരു ടൈം വരെ ഈ വഴിക്ക് കടത്തി വിടുള്ളൂ. എത്ര മണി? 5 മണി 6 മണിയോ ആ ടൈം വരെ ഇതിനകത്തൂടെ കടത്തി വിടുള്ളൂ. അപ്പം ലേറ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരിക. അന്ന് മാനുണ്ടാവും. ഓക്കെ, യെസ്, അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി. ഓഫീസർ ഉണ്ടല്ലോ. ഇവിടെ സ്ലിപ്പ് കാണിക്കേണ്ടി വന്നില്ല, കടത്തി വിടുന്നുണ്ട്. അതുകൊണ്ടാണ് ജിഫിനും ഫായിസും നേരെ പോയത്. നല്ല റോഡ് കിട്ടിയ പൊളിയാണ്. അപ്പോൾ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ട ഫുഡൊക്കെ കഴിച്ചു. എല്ലാം തന്നെ വിശിഷ്ടമായ ബീഫ് വിഭവങ്ങളായിരുന്നു. പൊറോട്ട ബീഫ്, കപ്പ ബീഫ്, പഴംപൊരി ബീഫ്. ചായ കുടിച്ച് അവിടുന്ന് ഇറങ്ങി. നേരെ കാണുമ്പോൾ തന്നെ പാലത്തിൻ്റെ നേരെ മുന്നിൽ ഒരു പാർക്കുണ്ട്. കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 2 ദിവസമൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചായ കുടിച്ചിറങ്ങി. ഇനി ഇവിടെ നിന്നും കുറച്ച് ദൂരമുണ്ട് പോകാൻ. പള്ളിക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ റൈറ്റ് സൈഡ് താഴെ ഭാഗത്തോട്ട് പുഴയാണ്. അവിടെ കുളിക്കാൻ പോകുന്നവരുണ്ട്. ഇപ്പൊ കുളിക്കാൻ പോകുന്നവരുണ്ടാവും ചാൻസ് കുറവാണ്, നല്ല വെള്ളമുള്ളതുകൊണ്ട്. അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട്. അങ്ങനെ ഒരു ടീം ഇപ്പോൾ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. എന്തോ ടാർപോളിൻ ഷീറ്റൊക്കെ ഇട്ട് നല്ല മീനങ്ങനെ പോകും. അല്ലാതെ കലങ്ങിയ വെള്ളം, ചളിവെള്ളമാണ്. കുളിക്കാൻ ഏതായാലും പറ്റില്ല. ഇപ്പം അങ്ങോട്ട് പോയ ബുള്ളറ്റിൽ സ്റ്റാൻഡേർഡിൽ ഫോഗ് ലൈറ്റ് വെച്ച് കണ്ടില്ലേ, അതേപോലെ 2 ഫോഗ് ലൈറ്റ് നമുക്കും വെക്കണം. ഒരു പ്രോ ടേപ്പർ കണ്ടു പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ട്. പ്രോ ടേപ്പർ നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ ഈ ക്രാഷ് ഗാർഡിൻ്റെ 2 കമ്പിയിലായിട്ട് വെക്കാം. ഈ നടുവിലൂടെയുള്ള 2 കമ്പിയിൽ 2 സൈഡിലും വെക്കാം.
പക്ഷെ അതിന് ക്രാഷ് കാർഡിൽ വെക്കുമ്പോൾ മുന്നോട്ട് വിസിബിലിറ്റി ഉണ്ടാവുമെന്നും കൂടെ നോക്കണം. ഏതായാലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ടാവും. അങ്ങനെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അടിപൊളി. അവിടെയൊക്കെ നിന്ന് ഈ പുഴയിലെ വ്യൂ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ സ്പോട്ടാണ്. അയ്യോ, റൈഡേഴ്സ് അല്ല, നല്ല ബൈക്കുകൾ, അതിൻ്റെ ഓണർമാരും. അത് വേറൊരു രസമാണ്. കുറച്ച് നല്ല ബൈക്കുകളൊക്കെ ആയിട്ട് അവിടെ ഉള്ളത് ഹിമാലയൻ 450, പിന്നെ ഏതാ ട്രയംഫിൻ്റെ 400 ആണെന്ന് തോന്നുന്നു. 400 ഒരു പച്ച കണ്ടു. ഡൊമിനാറാണോ നിഞ്ചാണെന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും അത് അങ്ങനത്തെ കുറച്ച് നല്ല നല്ല സ്പോർട്സ് ബൈക്കുകളൊക്കെ ആയിട്ട് ചെറിയ വീക്കെൻഡ് റൈഡുകളൊക്കെ പോകുന്ന ഒരു രസമാണ്. ഏതാ ബൈക്ക്? ഓ നോ, നിഞ്ച. എത്ര സീസി ഏതാ സീരീസ് ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ സിനാനാണെങ്കിൽ നിഴലുണ്ട് പറഞ്ഞേ. ശരിയാണ്. ചെക്കന്മാർ കവർ ചെയ്ത് പോയി. ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒരു തവണ നമ്മൾ വരുന്ന ടൈമിൽ നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്തിരുന്നത്. അതായത് അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്കാണോ അങ്ങോട്ട് പോകുന്ന വഴിക്കാണോ എന്ന് കറക്റ്റ് ഓർമ്മയില്ല. നമ്മളെ ഫുള്ള് ഹാൻഡ്സ് ഉണ്ടോ, പഞ്ചാബുണ്ടോ, സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ ചെക്ക് ചെയ്തിരുന്നു. ബാക്ക് വീൽ എയർ ഇല്ലാത്ത മാതിരി ഫീല്. ഇതിൻ്റെ ഈ റിമ്മായതുകൊണ്ടേ, ബുള്ളറ്റുകളുടെ വീല് റിമ്മായതുകൊണ്ട് ഇത് വലിയ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ട് വലിയ കുഴികളിൽ ചാടുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബെൻഡ് വരും. ചെറിയ ചെറിയ ബെൻഡുകൾ വന്നിട്ട് അത് നമ്മുടെ യാത്രയും നമ്മുടെ ഈ റൈഡിനെ നല്ല രീതിക്ക് ബാധിക്കും. ഹാൻഡ്ലിങ്ങിനെ ബാധിക്കും. റൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ ഉള്ള ഒരു സ്മൂത്ത്നെസ്സിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ബുള്ളറ്റൊക്കെ യൂസ് ചെയ്യുന്നവർ, ബുള്ളറ്റ് ഏതും ആയിക്കോട്ടെ, ഇങ്ങനെ അല്ലെങ്കിൽ വീലില്ല, അതായത് നോർമൽ റിമ്മുള്ള ടൈപ്പ് ബൈക്ക് യൂസ് ചെയ്യുന്നവർ അതിൻ്റെ ആ ഇല്ലുകളില്ലേ, ആ സാധനം പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യും. പിന്നെ വീൽ അലൈൻമെൻറ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സൈക്കിൾ കടകളിൽ വീല് മാത്രമായിട്ട് കൊണ്ടുകൊടുത്താൽ, അതായത് റിമ്മ് മാത്രമായിട്ട് കൊണ്ടുകൊടുത്താൽ ചെയ്ത് തരുന്നതാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ഒരു തവണ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഇതിൻ്റെ ഒരു സർവീസിന് കൊടുത്ത സമയത്ത് അവിടെ നിന്ന് തന്നെ അവർ കൊണ്ടുപോയി കൊടുത്ത് ക്ലിയർ ചെയ്ത് തന്നാണ്. അതിൻ്റെ കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. സൈക്കിൾ കടകളിൽ സാധാരണയായിട്ട് നമുക്ക് ടയറോടെ കൊടുത്താൽ പറ്റില്ല. ടയർ അഴിച്ച് റിമ്മ് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കി തരും. പില്ലി ടൈറ്റാക്കി വീൽ അലൈൻമെൻറ്റും റെഡിയാക്കി തരും. ഓക്കെ, അപ്പം അതൊന്ന് ഇങ്ങനത്തെ വീലുകളുള്ളവർ, ഏത് റിമ്മുകളുള്ളവർ ശ്രദ്ധിക്കുക. നമ്മുടെ റൈഡിനെ ബാധിക്കുന്ന ഒരു വിഷയമാണത്. ഓക്കെ, നമുക്കിപ്പോൾ സർവീസായി 40,000 കിലോമീറ്റർ, 40,692 കിലോമീറ്ററാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 40,000ത്തിൻ്റെ സർവീസ് ചെയ്യണം.
അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ കാണാം അതിലെ പള്ളിയല്ല പിള്ളി എന്നിട്ട്. അപ്പം അതിലെ പിള്ളി കയറ്റം കയറി പോകുന്ന വലിയ വണ്ടികളുടെ ബാക്കിൽ, അത് നമ്മളെക്കാൾ വലിയ വാഹനങ്ങളുടെ ബാക്കിൽ പോയി നിൽക്കാതിരിക്കുക. എങ്ങാനും അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ഫെയിലിയർ വന്നാൽ നമ്മളെ നെഞ്ചത്ത് കയറും. സോ വലിയ വണ്ടികൾ കയറ്റം കയറുമ്പോൾ ഒന്നുകിൽ അത് ടോപ്പിലെത്തിയിട്ട് കയറി പോവാം, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് മാറി പോവാം. അതായിരിക്കും നമ്മൾ തടിക്ക് നല്ലത്. അപ്പോൾ നമ്മൾ അതിൽ പുള്ളിയിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കായിരിക്കും, ഒരു സംശയമില്ല. സ്വിഫ്റ്റ് 2019 ആണ് ZXi+. നല്ല തിരക്കുണ്ട്. അപ്പോൾ അതിൽ പള്ളിക്ക് കയറി കഴിഞ്ഞാലും താഴേക്ക് പോകുന്നിടത്തൊക്കെ നല്ല തിരക്കായിരിക്കും. പോയി നോക്കാം. രണ്ട് സൈഡിലായിട്ട് ഇഷ്ടം പോലെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ വഴി നല്ല രീതിക്ക് കൺജസ്റ്റഡ് ആണ്. നമുക്ക് കയറി നോക്കാം. വലിയ വണ്ടി വന്നാൽ ലോക്കാവും, എന്നാലും വണ്ടിയില്ല, നമുക്ക് മാറ്റി കൊടുക്കാം. വേറെ ഏതെങ്കിലും വലിയ വണ്ടി വന്നാൽ ഇപ്പം അങ്ങ് കയറി പോവാം. നല്ല ആളുണ്ട് കേട്ടോ. കഥ ഇവിടെ എന്തൊരു ഗേറ്റ്, ഇതിനാദ്യമായിട്ട് കാണാനുള്ളൂ. ഇവിടെയൊക്കെ വേറെ എന്തൊക്കെയോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തിരുപ്പള്ളിയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടും. ജസ്റ്റ് ഇവിടെ അധിക നേരം ഇവിടെ വെക്കാൻ പറ്റില്ല, പ്രശ്നമാണ്. എന്നാലും വേണ്ടിയില്ല. വിടെ കുട്ടിക്കിലോ ഫ്രണ്ട് വെക്കാനല്ലേ സിമ്പിൾ. അപ്പോൾ നമുക്ക് ക്യാമറ തൽക്കാലം എടുത്തു വെക്കാം. ബാക്കി വിഷ്വൽസ് ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ബൈക്ക് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണാൻ വന്നതാണ്. കുറച്ച് ആളുകളാണ്. അവിടുന്ന് തിരിച്ചു പോകുന്നത് വണ്ടി എടുക്കുകയാണ്. അതിരപ്പള്ളിയുടെ പാർക്കിംഗ് ആണ്, ബൈക്ക് പാർക്കിങ്. ഇവിടെ വണ്ടി വെച്ച് ബാഗും സാധനങ്ങളൊക്കെ വെച്ച് പോകുമ്പോഴേ ആരുടെ ഒരു ബാഗ് ഫുള്ള് എടുത്ത് പുറത്തിട്ട്
മൊത്തം നശിച്ചിട്ടുണ്ട് കുരങ്ങന്മാർ. ബാക്കിയുള്ളവരിതാ കാറിലും വണ്ടിയിലും എല്ലാ സാധനത്തിലും വലിഞ്ഞു കയറി എല്ലാം മുതലും ഡാമേജ് ആക്കുന്നുണ്ട്. സോ ഇവിടെ സാധനങ്ങളൊക്കെ വിട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മുതിരപ്പള്ളി ഹെവി തിരക്കായതുകൊണ്ട് നേരെ മുന്നോട്ട് പോന്നു. നമ്മളെ വാൽപ്പാറ മലക്കപ്പാറ റൂട്ട്. ഇതിനെന്താ അവസ്ഥ എനിക്കറിയാം. ഇവിടുത്തെ വരെ തിരക്കായിരുന്നു. അവിടെ മുതിരപ്പള്ളിയുടെ പാർക്കിങ്ങിൽ വെച്ചിരുന്നു. ബൈക്ക് അവിടെ വെച്ച സമയത്ത് ക്യാമറ ബാഗിലെടുത്ത് വെച്ചതുകൊണ്ട് പിന്നെ അവിടുന്ന് ആ തിരക്കുള്ള സമയത്ത് പുറത്തിറങ്ങിയിട്ട് അതിന് മേലെ കണക്ട് ചെയ്യാൻ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ ഗ്യാപ്പ് കിട്ടിയില്ല. അവിടെ നമ്മൾ പാർക്ക് ചെയ്യുന്നതിൻ്റെ ബാക്കിൽ ബൈക്കുകൾ വന്ന് നിർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വണ്ടി വെച്ച് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബൈക്ക് എടുക്കൽ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ പിന്നെ ക്യാമറ മൗണ്ട് ചെയ്യാതെ തന്നെ വണ്ടി പുറത്തോട്ട് എടുത്തപ്പോഴാണ് അതിലേറെ തിരക്ക്. ഹെവിയാണ്. നാളെ ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലായിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ. ടൈം 3:39. പാസ് കിട്ടിയിട്ടില്ല. ഇപ്പം ടോപ്പിൽ വരെ പോയാലും അവിടുത്തെ ചെക്ക് പോസ്റ്റ് വരെ പോയി അവിടെ നിൽക്കേണ്ടി വരും. കയറ്റി വിടൂല. എന്നാലും വേണ്ടിയില്ല, നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാലോ. ഈ റോഡ് തന്നെയാണ് ഈ യാത്രക്ക് ഭംഗി നൽകുന്നത്. അപ്പം താഴേക്ക് നോക്കിയാൽ കുറ്റിയൊരു ചുരുള് പുഴ കാണാം. എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ വരുന്നുണ്ട്. ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വേറൊരു വാട്ടർഫോൾ ഉണ്ടല്ലോ പോകുന്ന വഴിക്ക്, ഈയപ്പാറ. അങ്ങനെ വേറെ എന്തോ ഒരു വാട്ടർഫോൾ ഉണ്ട് പോകുന്ന വഴിക്കുമ്പോൾ കാണാം. അവിടെ അത്യാവശ്യം തിരക്കേണ്ട ചാൻസ് ഉണ്ട്. ഇവിടെ തന്നെയാണ് അതിന്. ഇവിടുന്ന് നടന്നു വരുന്നേ. തീർപ്പയും വെൽക്കം ടു ദ ലാൻഡ് ഓഫ് വാട്ടർഫോൾ. ഓ യേ, ഇതാണ് നമ്മുടെ വാട്ടർഫോൾ. അതാ മേലെ കയറി ഒന്നുകൂടെ നന്നായിട്ട് കാണാം. ഞങ്ങൾ മേലെ കയറുന്നില്ല, ഞാൻ മേലെ കയറുന്നില്ല. പയ്യന്മാർ കയറിയിട്ടുണ്ടോന്ന്. വലങ്ങും ഒക്കെ കാറും ബൈക്കും. നോക്കാൻ പോലും ഒരു മനുഷ്യനും ഇല്ല. അതാണ് മെയിൻ. നോക്കാനോ ഈ ബ്ലോക്ക് ഒന്ന് ഒഴിവാക്കി വിടാനോ മനുഷ്യനില്ല. നമ്മുടെ ഐലക്സ് അല്ലേ? യെസ്, അതന്നെ, L05 ഐലക്സ്. നമ്മൾ വഴിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഐലക്സ്. ചെക്കന്മാര് തിരിച്ചല്ലോ. എന്റെയോ എന്തേ അതാരണേ എവിടുന്ന് ചോദിച്ചേ? 100 രൂപ. 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 100 രൂപ.
ഇവിടെ ബ്ലോക്ക് ആവും തോന്നണം. ഇപ്പോൾ വണ്ടി എടുത്തോ, ഇവിടെ ഒന്നും വെക്കാൻ സ്ഥലമല്ലല്ലോ. ഏടോ വണ്ടി എടുത്തി അപ്പം എല്ലാം ഏടോണ്ട് എടുത്തണേ ഡിങ്ങി. പോലെ പോലെ അപ്പോൾ നമ്മുടെ അതിരപ്പള്ളി സമ്പൂർണ്ണ ഫ്ലോപ്പാണ്. കുഴപ്പമില്ല, നമ്മള് അത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുമുള്ളൂ. 3:47. കാരണം നമുക്ക് ഏതായാലും ഈ പാസ് കിട്ടിയിട്ടില്ല. സോ ഈ വഴി കയറി പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ നമുക്ക് ഈ വാഴച്ചാലും കഴിഞ്ഞ് അതിൻ്റെയും മേലെ ഏറ്റവും ടോപ്പിൽ തമിഴ്നാട് അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, മെയിൻ ഗേറ്റ്, അത് ചെക്ക് പോസ്റ്റ്, അവിടെ വരെ പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് ഗേറ്റ് വിടുന്നില്ല എന്നാ പറഞ്ഞത്. അറിയില്ല ആക്ച്വലി എന്താന്ന് എന്നുള്ളത്. ഏതായാലും ഇനിയിപ്പോ നമ്മളതിൽ പോവാനുള്ളതിന്റെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി അതിന് മെനക്കെടേണ്ട ആവശ്യമില്ല. ഓക്കെ, തിരിച്ചു പോകുന്നതാണ് നല്ലത്. ആ മറ്റേ വെള്ളച്ചാട്ടം കണ്ടോളി, ഇപ്പൊ അതിൻ്റെ ഒരു കുറവ് വേണ്ട. ചാർപ്പറ്റാണ്, ചാർപ്പ വാട്ടർഫോൾ. ചാർപ്പ വാട്ടർഫോൾ ചാർപ്പ ഈ ഉറുപ്പ്യൊക്കെ കൊള്ളാം. അവിടെ അതിരപ്പള്ളി താറമ്മ കാണാം. തിരക്ക്, എന്തൊരു തിരക്കാണെന്നുള്ളത്. മുക്കില് ടീൻ റൈഡേഴ്സ് ഉണ്ടല്ലോ. എന്തൊക്കെ കാണുന്നുണ്ടെന്ന് ആർക്കറിയാതില്ലേ. അല്ല ഇങ്ങനെ പോവാം, വിഷലൊക്കെ ആസ്വദിച്ച്. എൻ്റെ പൊന്നടാ, നല്ല എയറടി ഉണ്ടാവും. കണ്ട് ഇനിയാണ് ബ്ലോക്ക്. ഞങ്ങളുടെ അതിരപ്പള്ളിയുടെ പാർക്കിങ്ങാണ്. പാർക്കിംഗ് ഒന്നുമില്ല, രണ്ട് സൈഡിൽ കൂടെ നിറയെ കാറും ട്രാവലറും പാർക്ക് ചെയ്തിരിക്കുകയാണ്.
അങ്ങോട്ട് പോകുമ്പോൾ ഹെവി ബ്ലോക്ക് ആയിരുന്നു. ഇപ്പോൾ കുറച്ചൊരു കുറവുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ 4 ഇരട്ടി ബ്ലോക്ക് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. എല്ലാവരും ഈ ഞായറാഴ്ച ഒഴിവുള്ളൊരു ദിവസം പുറത്തിറങ്ങുന്നത് കൊണ്ടാണ് ഇത്രയും തിരക്ക് വരുന്നത്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഞായറാഴ്ച ഒരു ദിവസം ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഞായറാഴ്ച ഒരു ദിവസമേ ഒഴിവുണ്ടാവുള്ളൂ, അന്നേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ സ്പോട്ട് മാറ്റി പിടിക്കാന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല അതിൽ. നമുക്ക് കുറച്ച് ആളില്ലാത്ത ഏരിയക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്പോട്ട് കണ്ടുപിടിക്കുക. കണ്ടില്ല ഇവിടെയൊക്കെ ഫുള്ള് തിരക്ക്. ഫുള്ള് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുള്ളാണ്. മേലെ പാർക്കിങ് പോയാൽ അതിൻ്റെ അവസ്ഥയാണ്. നമുക്ക് നല്ല താഴേക്ക് ഇറങ്ങാം. KL11 കോഴിക്കോട് വണ്ടിയാണല്ലോ. എന്നടാ ഇത് തീരണമൊക്കെ. ഗൈസ് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടിറങ്ങിയതാണ്. ഇനി മെല്ലെ ഇങ്ങനെ പോവാം. TX പൊന്നടോ ഒരു സമാധാനം. തിരക്കുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആക്ച്വലി ഞങ്ങളവിടെ അതിരപ്പള്ളി കയറാതിരുന്നതും കാരണം അതാണ്. തിങ്ങി ഇരിഞ്ഞുള്ള തിരക്കുള്ള സ്ഥലങ്ങളിൽ പോലെ പൊതുവേ ഞങ്ങൾക്ക് താല്പര്യമില്ല. ആ ഒരു മാനസികമായുള്ള ഞെരുക്കം മാറാനാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണത്. അപ്പോൾ അവിടെ പോയി വെള്ളച്ചാട്ടം കാണുന്നതിനേക്കാൾ നല്ലത്, അത് നമ്മുടെ മാത്രം ഒപ്പീനിയനാണ്, നമുക്ക് ഒന്നുകൂടി നല്ലത് ഇങ്ങനെ റൈഡ് ചെയ്യണ തന്നെയാണ്. അതുകൊണ്ടാണ് ചിലവർക്കിതിപ്പോൾ അവിടെ വരെ പോയിട്ട് കയറാതെ ഒന്ന് നഷ്ടമല്ലേ, അതിനല്ലേ അവിടെയല്ലേ പോകേണ്ടത്, അതല്ലേ കാണേണ്ടത് എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു തിങ്ങി നിരിഞ്ഞ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് റിലാക്സ് ആയിട്ട്
റൈഡ് ചെയ്ത് പോകുന്നത് തന്നെയാണ് ബെറ്ററായിട്ട് തോന്നുന്നത്. ആനയുണ്ടോ? എല്ലാവരും ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, എന്തെന്നാലും നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ വന്ന വഴി തന്നെയാണ് റിട്ടേൺ പോകുന്നത്. സോ നമുക്ക് പുതിയ കാഴ്ചകളൊന്നും വരാനില്ല. ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ ആ വഴി ഫോറസ്റ്റ് റൂട്ടിൽ ആന ഇറങ്ങിയാലേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. നമ്മുടെ അടുത്ത പുതിയ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും കൂടെ കൂടുക. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.